ഉറങ്ങാനും സമ്മതിക്കൂല. ഉടുക്കത്തെ മഴ പിടിവെട്ടും. എന്തൊരു സൗണ്ട് കേൾക്കണത്? ഹെലികോപ്റ്റർ ഒന്നും വെച്ചില്ല കേൾക്കണത് നമ്മുടെ വീടിന്റെ പൊക്കത്ത്. ഓ മൈ ഗോഡ്, അതെന്തോ പ്ലഗ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് പുറത്ത്. നമുക്ക് എന്താന്ന് പോയി നോക്കാം. നമ്മുടെ ഷിഞ്ചനാണെ കിടന്ന് ഉറങ്ങണത്. അകത്തുമാണ് ചോപ്പ് കിടക്കണത്. രണ്ടുമാരും കൂടെ കിടന്ന് ഇവിടെ ഉറങ്ങണത്. നമുക്ക് പോയി പുറത്ത് പോയി നോക്കാം എന്താ സൗണ്ടെന്ന്. ഒടുക്കത്തെ മഴ, സീൻ മഴയാണ് ഗൈസ്. ഭയങ്കര മഴയാട്ടോ. നല്ല ഇടിവിട്ടുമുണ്ട്. അയ്യോ, എന്താ സൗണ്ട് കേട്ടാന്നല്ല, ഒന്നും കാണുന്നില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യുന്നത്, എന്തായാലും കിടന്ന് ഉറങ്ങാട്ടെ. രാവിലെ എണീറ്റിട്ട് നമുക്ക് ഷിഞ്ചാനായിട്ട് പോയി നോക്കാം. രാവിലെ തന്നെ ഷിഞ്ചാൻ എണീക്കുമ്പോഴേക്കും അവനെ വിളിച്ച് എണീപ്പിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ എന്താ സംഭവം നോക്കാം. നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് സൗണ്ട് കേട്ടത് എന്തോ ഹെലികോപ്റ്റർ വന്ന സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് നോക്കാം, നമുക്ക് രാവിലെ ചെയ്യുമ്പോഴേക്കും നോക്കാം. ഇപ്പം എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. സമയം ഇത്ര ആയില്ലേ, ഇത്ര മഴയോ, അവ പൊക്കത്ത് കയറാൻ പറ്റില്ല. ഓ, നമ്മുടെ പിള്ളേരാണെങ്കിൽ നല്ല കിടിലം ഉറക്കമുണ്ടോ. ഷിഞ്ചാനും ചോപ്പും ഒക്കെ നല്ല കിടിലം ഉറക്കമുണ്ട്. അതാ നോക്കി. ഓ സീ നോക്കി, ഉറങ്ങിക്കോ മക്കളെ. എന്തായാലും മാമനും കൂടി പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ നോക്കണം. പിയോനോട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് ചെക്കനൊക്കെ എണീറ്റ് വരും. ഇപ്പോൾ വേണ്ട, ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. താഴെ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. വാ, നീ ഇപ്പോൾ ഒന്നും നോക്കാമല്ലോ, നാളെ രാവിലെ നോക്കുള്ളൂ കഴിച്ച്. വേറെ ഒന്നുമില്ല, നല്ല ഉറക്കമ്മനുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. നല്ല ക്ഷീണം. ആഹാ, പുതച്ച് കൂടി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓ മൈ ഗോഡ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ വീണ്ടും എണീറ്റു. നല്ല ഹാപ്പി ആയിട്ട് എണീറ്റിട്ടുണ്ട്. അയ്യോ, ഇന്നലത്തെ കാര്യം അത് മറന്നു നോക്കണം. അപ്പോൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ ഹെലികോപ്റ്റർ പോണ സൗണ്ടൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പൊക്കത്ത് എന്താ കാര്യം എന്ന് പോയി നമുക്ക് നോക്കാം. അതിൻ്റെ പൊക്കത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ വീടിൻ്റെ പൊക്കത്തിൽ ഹെലികോപ്റ്റർ വന്നിരിക്കണത് പോലെ എനിക്ക് തോന്നിയായിരുന്നു ചെറുതായിട്ട്. നമുക്ക് സമയം കളയാണ്ട് പോയി ഷിഞ്ചാനെ വിളിച്ചിട്ട് അവനെ എണീപ്പിച്ചിട്ട് പോയി നോക്കാം. ഷിഞ്ചാനെ എണീക്കണം, ഷിഞ്ചാനെ. നല്ല ഉറക്കമാണ് ഗൈസ്. അവൻ എണീക്കില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ അവൻ ഇങ്ങനെയാണ്. അവൻ സമയം അധികം ആയിട്ടുമില്ല. അതേപോലെ തന്നെ ഇന്നലെ കിടത്തിയ പോലെ തന്നെ അവനും ചോപ്പും നല്ല ഉറക്കമാണ് ഗൈസ്. അപ്പം നമ്മൾ അവന്മാരെ വിളിച്ച് എണീപ്പിക്കണം. എണീക്കടാ ഷിഞ്ചാനെ. രാവിലെ വിളിച്ച് എണീപ്പിക്കാൻ നോക്കണം. നല്ല സുഖമായിട്ട് ഉറങ്ങണ സമ്മതിക്കില്ലല്ലോ. ഇത് ആരാടാ? ഷിഞ്ചാനെ എണീക്കണം. എടാ, നമ്മുടെ വീടിന്റെ പൊക്കത്ത് നിന്ന് ഹെലികോപ്റ്റർ എന്ന സൗണ്ടൊക്കെ കേട്ടടാ. ഞാൻ അത് കേട്ടിട്ട് ഇന്നലെ രാത്രി പോയി നോക്കാൻ പറ്റില്ല. നിങ്ങൾ എണീറ്റ് വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് നോക്കാൻ. എന്താ നിങ്ങൾ എണീറ്റ് വന്നറ ഷിഞ്ചാനെ? ഞാൻ വന്നെങ്കിൽ എന്റെ തനിക്ക് ഞാൻ വന്നേം പേപ്പർ ഫുൾ ചെക്കൻ. അതാ നീ അവിടെ കിടന്നുറങ്ങിക്കോ. ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. പിന്നെ അങ്ങനെ ആവട്ടെ, അതാ നല്ലത്. ഈ ചെക്കനൊന്നും പറയുന്നില്ല. ഇവനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇവനൊക്കെ എന്താ ഇങ്ങനെ എണീറ്റ് പോവാൻ പറഞ്ഞാലും വരൂല. അപ്പൊ അവൻ എന്തായാലും വരില്ല. അപ്പൊ നമ്മൾ ഒറ്റക്ക് തന്നെ പോയി നോക്കേണ്ടി വരും എന്താണെന്ന്. അപ്പം ഞാനിഞ്ഞ് 2 കളിപ്പിച്ച് പോയി നോക്കാൻ വേണ്ടി പോവാണ്. അവൻ എണീറ്റ് വന്നെങ്കിൽ വരട്ടെ. എന്നാലും അത് എന്തായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. ഇവനോട് നിൽക്കണം അവിടെ. എടാ ഷിഞ്ചാനെ, നീ എണീറ്റാ? പിന്നെ എണീക്കാണ്ട് നിങ്ങളല്ലേ പറഞ്ഞു എന്താ സൗണ്ട് കേട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടുത്തെ മെയിനായ ഞാൻ എണീറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കണം? ശരി, നിന്ന് താളം തല്ലാണ്ട് വന്നേ ഫ്രാങ്ക്ലിൻ ബൈ. ഓഹോ, ശരി. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാ. നിങ്ങൾ വന്നടാ ഷിഞ്ചാനെ. കേറട്ടെ അങ്ങോട്ട്. ഇതിന്റെ പൊക്കത്തുനിന്നാ ഞാൻ കേട്ടത്. ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കട്ടെ. ദേടാ ഷിഞ്ചാനെ, ഒരു പ്രതിമ ഇരിക്കണ്ട. എന്തോ ഒരു പ്രതിമയുടെ ഷിഞ്ചാനെ, ഒരു പെണ്ണിന്റെ പ്രതിമയുള്ളത്. ഞാൻ പൊക്കത്തോട്ട് വന്നേ. 1 സെക്കൻഡ് ഫ്രാങ്ക്ലിൻ ബൈ, എന്താണ് സാധനം? ഞാൻ ആദ്യം പോയി നോക്കട്ടെ. ഇങ്ങോട്ട് വാ. ഞാനടുത്ത്, നീയാണ് ദൂരെ. ഇങ്ങോട്ട് നീ വേണം ആദ്യം. ഫ്രാങ്ക്ലിൻ ബൈ, എന്നാലും ഇത് എന്തായിരിക്കും ഐറ്റം? ഒരു പെണ്ണ് തലയിൽ കൈവച്ചോണ്ടിരിക്കണ ഒരു പ്രതിമയാണ്. ഞാനതാണ് ഷിഞ്ചാനെ ആലോചിക്കണത്. ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. ഇതിഞ്ഞ് വല്ല ഫ്ലൈറ്റിൽ നിന്ന് വല്ലതും വീണാണോ? വല്ല ആന്റിക് പീസ വല്ലതും ആണോ ഇതിന്? ഇനി ഇതിന് ഭയങ്കര കോടികൾ രൂപയാണ് ഇതിന്റെ വില. ഇതെന്തോ നമുക്ക് വല്ല ഭാഗ്യം വന്നതാണോ ഷിഞ്ചാനെ? ഭാഗ്യമാണോ വള്ളിയാണോന്നറിയില്ല. പക്ഷെ എന്തായാലും ഈ സാധനം എന്തോ കിടിലൻ സാധനമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട്. കണ്ട, ചവിട്ടി നോക്കിയിട്ട് പോലും മാമിനൊന്നും പറ്റണില്ല. എന്തായാലും ഷിഞ്ചാൻ ഇനിയൊരു പണിയാടാ. ഇവൻ നമ്മുടെ തന്നെ, നമ്മുടെ തന്നെ ഈ പ്രതിമയായിട്ട് നമ്മൾ ഇനി ഒരു കലക്കും. നമുക്ക് ഈ സാധനം കൊണ്ട് നമ്മുടെ താഴെ കൊണ്ട് വെക്കടാ ഷിഞ്ചാനെ. ഇത് നമുക്ക് എന്തോ നല്ലത് വരുത്താൻ വേണ്ടി വന്ന പ്രതിമയാണ്. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, കറക്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് ഈ സാധനം എന്തായാലും താഴെ കൊണ്ട് വെക്കാം. നമ്മുടെ അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്കിരുന്ന് കണ്ടോണ്ടിരിക്കുക. ഇത് നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കാനും നോക്കാം വേണമെങ്കിൽ. കുറെ മൂല്യമുള്ളതാണെങ്കിലോ ഏത്. എന്താണെങ്കിലും മുടിഞ്ഞ വെയിറ്റ് കണ്ടിട്ട് എന്റെ ഷിഞ്ചാനെ നല്ല ഗണോണ്ടി സാധനത്തിന്. വിചാരിച്ച പോലെയല്ല സംഭവം. എന്തോ വില കൂടിയ തകിടാന്ന് തോന്നുന്നു. സ്വർണ്ണമായാ മതിയായിരുന്നു അകത്ത്. ദൈവമേ, അയ്യോ, ഇവിടെ ഇരിക്കട്ടെ പണ്ടാരം. ഫ്രാങ്ക്ലിൻ ഭായ്, എന്തായാലും സാധനം ഇട്ടിരിക്കട്ടെ. നമുക്ക് പൊക്കത്ത് പോയിട്ടിരിക്കാം. എനിക്ക് TV വെച്ചാ. പക്ഷെ അതിനു മുന്നായിട്ട് ഞാൻ ഈ പ്രതിമയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം ഇതിങ്ങനെ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഈ പ്രതിമ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിന് വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്.
10 പേര് വരുമ്പോ ചോദിക്കുമ്പോ നമുക്ക് പറയാല്ല വല്ല മ്യൂസിയത്തിൽ നമ്മൾ ആന്റിക് പീസ് ആയിട്ട് വാങ്ങിച്ച സാധനമാണെന്ന്. ഫ്രാങ്ക്ലിൻ ബൈ റിച്ച് ആയെന്ന് എല്ലാരും അറിയട്ടെ. ഏത് മതി ഇനി കൂടുതൽ വർത്താനം പറഞ്ഞ ഓറാക്കാൻ നിൽക്കണ്ട. നിന്റെ പോയി പണി നോക്ക്. നിനക്ക് ടി വി വെച്ചരാവാ. എനിക്കത് മതി ഫ്രാങ്ക്ലിൻ ബൈ. കമോൺ. നീ കുറച്ചേരം മിണ്ടാണ്ടിരിക്കില്ല, അതുകൊണ്ടാ വെച്ച് തന്നത്. ഇന്ന് കണ്ടോ. ഇനിയിപ്പൊ അതിന്റെ മുമ്പിൽ നിന്ന് മാറരുത് കേട്ടോ ഷിൻചാനെ. എടാ കുറെ നേരം നിൽക്കാൻ നിൽക്കരുത്. കുറച്ചൊക്കെ ഞാൻ വന്ന് ഓഫ് ചെയ്യും കേട്ടോ ഷിൻചാനെ. അങ്ങനെ അവന്റെ കാര്യം ഓക്കെ, പക്ഷേ ഈ പ്രതിമയുടെ കാര്യം ഓക്കെ ആയിട്ടില്ല. ഞാനതാണ് ഇങ്ങനെ ആലോചിക്കണത്. ഇത് എവിടെ നിന്നായിരിക്കും വന്നത് ഈ കറുത്ത പ്രതിമ? എന്നാലും ശരിയല്ല ഈ സാധനം. എന്നാലും ഈ സാധനം എവിടെയൊക്കെ മൈ ഗോഡ്, എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരു പെഗടിക്കട്ടെ, ഇതെങ്ങനെയാണ് സാധനം പൊക്കത്ത് വന്നത്? എനിക്ക് എന്റെ കയ്യും കാലും വരച്ചിട്ട് വയ്യ. ഷിൻചാനാണെങ്കിൽ വന്നൂലടാ. ഷിൻചാൻ ഇങ്ങനെ വന്നടാ. മനുഷ്യന് ടെൻഷനായിട്ട് വയ്യ. ദൈവമേ, ഈ പ്രതിമ എങ്ങനെ പൊക്കത്തെത്തി? ഞാൻ താഴെ വെച്ച പ്രതിമയല്ലേ ഇത്? ഇത് ഓർത്തിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങൾ പറയണ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സത്യമാണ് ഈ പറഞ്ഞത്. എന്റെ പൊന്നു ഷിൻചാനെ, ഞാൻ നിന്റെ അടുത്ത് എന്തിനാ നുണ പറയണത്? ഞാനല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇതെങ്ങനെ പൊക്കത്ത് കയറി? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ പ്രതിമ പൊക്കത്ത് കയറേണ്ട കാര്യമില്ല ഷിൻചാൻ. അതാണ് ഫ്രാങ്ക്ലിൻ ബൈ ഞാനും നോക്കണത്. ഞാൻ ടി വി കാണണായിരുന്നല്ല, അപ്പൊ ആ സമയം കൊണ്ട് ഇതെങ്ങനെ പൊക്കത്ത് കയറി? നമ്മള് രണ്ടുപേരല്ലാണ്ട് വേറെ ആളോട് ഇല്ലല്ലോ. അതാടാ ഷിൻചാനെ, സംതിങ് ഈസ് ഫിഷി. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ. നമ്മൾ കുറെ അധികം ജാഗ്രതയായിട്ടിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഒരു പൊട്ടിത്തെറിക്കണ ചേട്ടാ ഷിൻചാനെ. പിന്നെ കേൾക്കണം ഷിൻചാൻ. എന്താ ഒന്നും നോക്കാനല്ല, പുറകെ ഓടി വാ. നീ എന്റെ ഫ്രാങ്ക്ലിൻ ബൈ, ഞാനും പുറകെയുണ്ട്. മൈ ഗോഡ് ഷിൻചാനെ, ദേണം നമ്മുടെ കാറിന് തീ പിടിച്ചാൽ നമ്മുടെ ബൈക്കും കത്തിപ്പോയത്. പോലീസുകാരൊക്കെ ഉണ്ട് ഷിൻചാനെ. ഓ മൈ ഗോഡ്, എടാ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് എന്താ പറ്റിയെന്നില്ല. പോലീസ് നമ്മൾ വെടിവെക്കുന്നു ഷിൻചാനെ. നീ വന്നേ. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റിയതാ? പെട്ടെന്ന് അങ്ങനെ തീ പിടിക്കണമെങ്കിൽ എന്താ പറ്റുക? എനിക്കറിയില്ല ഷിൻചാനെ. ഞാൻ ഇത്രയും ആളായിട്ട് നമ്മൾ വണ്ടിയല്ലേ ഇവിടെ ഇടുന്നത്. ഒരു കുഴപ്പമില്ലാത്തല്ല വണ്ടിക്ക്. ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മുടെ 2 വണ്ടിയും കത്തിപ്പോയടാ. ഗരാജിലായതുകൊണ്ട് മറ്റേ 2 വണ്ടി രക്ഷപ്പെട്ട്. നമ്മുടെ മെയിൻ വണ്ടിയാണ് കത്തിപ്പോയത്. എന്താണ് ഫ്രാങ്ക്ലിൻ ബൈ, നമ്മള് പെട്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫയർഫോഴ്സ് കറക്റ്റായിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഫുള്ള് തീ പിടിച്ചില്ല. ഇല്ലെങ്കിൽ വണ്ടി കത്തിയ ഭാഗം മുഴുവനും ഫുള്ള് കത്തിപ്പോയാണ് ഈ ഏരിയ ഫുള്ള്. വണ്ടി നോക്കി ഇനി വിഷമിച്ച് നിക്കണ്ട ഫ്രാങ്ക്ലിൻ ബൈ, നമുക്ക് അകത്തോട്ട് പോവാ. അതെടാ ഷിൻചാനെ, കത്തി കിടക്കണോണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഷിൻചാനെ, ഞാൻ ഇപ്പൊ തന്നെ ആൾക്കാരെ വിളിച്ച് പറയാൻ പോവാടാ. അവർ വന്ന് വണ്ടി എടുത്ത് ശരിയാക്കി ഇടട്ടെ. എനിക്ക് വയ്യ. ഈ വണ്ടി തന്നെ വേണമെന്ന് പറയാൻ അവരുടെ. പക്ഷേ അടാ ഷിൻചാനെ, ഇത് ചെയ്തവൻ ആരാണെങ്കിലും അവനെ ഞാൻ പൊക്കോടാ ഷിൻചാനെ, അതുറപ്പാണ്. എടാ ഷിൻചാനെ, ഇതാ അവിടെ പ്രതിമ അവിടെ താഴെ വന്നേക്കണ്ട. എവിടെ? ഇതെന്തോ വിഷയമാണ് ഫ്രാങ്ക്ലിൻ ബൈ. ആ പ്രതിമ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മൊത്തം പ്രശ്നം നടക്കണം. ഫ്രാങ്ക്ലിൻ ബൈ ശ്രദ്ധിച്ചായിരുന്ന? നമ്മുടെ വണ്ടി കത്തി. ഈ പ്രതിമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണം. പോലീസ് വെടിവെച്ചിട്ട് ഫ്രാങ്ക്ലിൻ ബൈയുടെ മുതുകത്ത് വലിയെടുത്തോളാം. നീ പാനിക് ആവണ ഷിൻചാനെ. ഞാൻ ചാടിച്ചെന്ന് നോക്കട്ടെ. നീ ടെൻഷൻ അടിക്കില്ലേ? ഇത് എന്നാലും ഇത് എന്ത് പ്രതിമയാണ്? ഇത് പണ്ടാലും ഇതെന്ത് സ്ഥലം ഇതിനെന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഈ പ്രതിമ വന്നതിന് ശേഷം ഷിൻചാൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടപ്പുണ്ട്. ഈ പെണ്ണിന്റെ പ്രതിമ ഇത് എവിടെയും കൊണ്ട് തള്ളണമല്ല ഷിൻചാനെ. എനിക്ക് തോന്നുന്നത് ഈ പ്രതിമ എന്തോ മാൻഡ്രിക് ആണെന്നാണ്. എന്ത് മാൻഡ്രിക് എന്ന് വെച്ചാൽ എന്താണ് ഷിൻചാൻ? ഫ്രാങ്ക്ലിൻ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്തോ പ്രശ്നമാണ് ഫ്രാങ്ക്ലിൻ ബൈ. ഇത് എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷിൻചാൻ, എനിക്ക് തോന്നുന്നത് എന്തോ കൂടോത്രം തോന്നണടാ. നമ്മളുടെ ശത്രുക്കളാരോ നമുക്ക് വേണ്ടി കൂടോത്രം ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഈ സാധനത്തിനെ പറ്റിയിട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കാടാ അറിയാവുന്നത്. ഓ നോ, എനിക്ക് ആലോചിച്ച് കിട്ടുള്ള ഇങ്ങനത്തെ കാര്യത്തിൽ ആരാടാ ഷിൻചാൻ ഏറ്റവും പണ്ഡിതൻ? ഞാൻ ആലോചിക്കട്ടെ. യെസ് കിട്ടി. അവൻ തന്നെ, നമ്മുടെ ട്രെവർ. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ലൊരു മറുപടി കിട്ടും. മാത്രമല്ല അവൻ കണ്ടുപിടിച്ചും തരും. അവനൊരു പെരുങ്കളനായതുകൊണ്ട് അവനെല്ലാം അറിയാം. ഓ റിങ് കോൾ പോട്ടെ. ഫോൺ എടുക്കടാ ട്രെവറെ. ഹലോ, എടാ ട്രെവറെ, നീ എവിടെയാണ്? വീട്ടിൽ കഴിഞ്ഞ ദിവസം ടെറസിൽ ഒരു പ്രതിമ വന്നിരുന്നു കേട്ടോ. ഇപ്പൊ ആ പ്രതിമയാണെങ്കിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിയിരിക്കും. ഓക്കെ, എന്നാ ഇപ്പൊ ഇട്ടുതരാം. ട്രെവർ പറഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ട് അവന് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കാനായിട്ട്. നീ തീർന്നടാ പ്രതിമ. നിന്റെ കാര്യം ട്രെവർ കേട്ടാ നോക്കിക്കോളൂ. ഞങ്ങൾ നല്ല കിണ്ണം കാച്ചിയ ഫോട്ടോ ഷിൻചാനെ കിട്ടിയേക്കണത്. ഇത് വേഗം തന്നെ ട്രെവറിന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കട്ടെ. അയച്ചു കൊടുത്തിട്ട് വേണം ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയാനായിട്ട്. അയച്ചു കൊടുത്തിട്ടോ ഷിൻചാനെ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ കാര്യം ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പ്രതിമയെ കൊല്ല കടലിലും കൊണ്ടേട്ട് നമുക്ക് തള്ളാട ഷിൻചാനെ. നമ്മുടെ കാർ ഇറക്കണം നോക്കണ ഷിൻചാനെ. ഇതൊക്കെ കണ്ടിട്ട് എന്റെ കാറിനും നമ്മുടെ ബൈക്കിനും വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ പ്രതികാരം ചെയ്യാൻ പോണെന്ന്.
ഷിൻജാനെ എടാ ട്രെവർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു മന്ത്രവാദിയുടെ നമ്പർ തന്നിട്ടുണ്ട്, അയാളുടെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അയാളെ ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബെസ്റ്റ് ആണെന്നാ പറഞ്ഞത്. പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ് നമുക്ക് സമയം കളയാനില്ല, പെട്ടെന്ന് ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവാ. കറക്റ്റടാ ഷിൻജാനെ, വേഗം പോവാ, ടൈം കളയാനില്ല. കമോൺ ഫാസ്റ്റ്. പേടിക്കണ്ട ഷിൻജാനെ, കുറച്ചേരുള്ളൂ നമ്മളവിടെ എത്തും. നീ പേടിക്കാണ്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കും. ഫ്രാങ്ക്ലിൻ ഭായ് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും വീട്ടിൽ കയറാൻ ഒരു പേടി. നീ ഇനി പേടിക്കണ്ട, ഇപ്പൊ തന്നെ നമ്മൾ എത്തും. നമ്മുടെ സ്ഥലത്ത് എത്തട്ടെ, മന്ത്രവാദിയോട് നമുക്ക് എല്ലാം പറയാം കേട്ടോ. ആ പുള്ളിക്കെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റിയാ മതിയായിരുന്നു അല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്? ഷിൻജാനെ ഫൈനലി നമ്മളങ്ങനെ മന്ത്രവാദിയുടെ അടുത്ത് ഗുഹയിൽ എത്തിയടാ ഷിൻജാനെ. ഗുഹ കണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ ഫ്രാങ്ക്ലിൻ ഭായ്, നല്ല തണുപ്പുണ്ടല്ലേ ഗുഹയില്. നീനൊന്നും പറയല്ലേ, മഹാജ്ഞാനിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ദാ ഇരിക്കുന്ന കണ്ടോ ആ ഇരിക്കുന്നതാടാ സാക്ഷാൽ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്. സിദ്ധനാ സിദ്ധൻ, ആ സിദ്ധൻ. എന്താ കേശവ? സ്വാമിജി വലിയ പ്രശ്നത്തിലാണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. പറയൂ വത്സ, എന്തു പറ്റി നിങ്ങൾക്ക്? സ്വാമിജി ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രതിമ വന്ന് ആ പ്രതിമ എടുത്ത് ഞങ്ങൾ താഴെ വെച്ച് ആ പ്രതിമ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പൊക്കത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ കാറ് കത്തണ്, ഞങ്ങൾക്ക് വെടികൊള്ളണ്, പോലീസ് വന്നി, മൊത്തം പ്രശ്നങ്ങളാണ് സ്വാമിജി. ഞങ്ങളൊന്ന് രക്ഷിക്കണം. ആ പ്രതിമ ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അത് വന്നതിന് ശേഷം എല്ലാം ഇങ്ങനെ. ഫ്രാങ്ക്ലിൻ ഭായ് പറയണത് സത്യമാണ് സ്വാമിജി. എല്ലാം എനിക്ക് മനസ്സിലാകും വത്സ. ഓം ഗ്രീം. നിങ്ങളുടെ വീട്ടിലൊരു പെണ്ണിന്റെ പ്രതിമയല്ലേ വന്നേക്കുന്നത്? അതേ സ്വാമിജി, സത്യമായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ തൊഴുത് പിടിച്ചേക്കുന്ന ഒരു ചിഹ്നമായിട്ട്, ഐ മീൻ കൈ ഇങ്ങനെ പിടിച്ചേക്കണത്. അത് ഒരു മാൻഡ്രേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ആരുടെ കയ്യിൽ സന്തോഷമായിട്ട് വരുന്നോ അവരുടെ വിധിയാണ്. നിങ്ങളത് സന്തോഷത്തോടെയാണോ അതെ സ്വാമിജി, ഈ ഫ്രാങ്ക്ലിൻ ഭായ് അത് കണ്ടിട്ട് തുള്ളിച്ചാടി എടുത്തിട്ടോ താഴെ വെച്ചതാ. പറ്റിപ്പോയി സ്വാമിജി, എന്ത് ചെയ്തത് കളയും. ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുള്ളത്ര കാലം നിങ്ങൾ പേടിക്കണ്ട മക്കളെ. അതിനുള്ള ഏക പോംവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് വിൽക്കണം. അത് വിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആള് വളരെ സന്തോഷമായിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. എങ്കിലാണ് ആ സാധനം നിങ്ങളുടെ തലയിൽ നിന്നൊഴിഞ്ഞു പോകുള്ളൂ. മറിച്ച് അത് പിന്നീട് അവരുടെ തലയിലാവും. ഇതാണ് ഇതിനുള്ള ആകെയുള്ള പ്രതിവിധി. ഇതല്ലാതെ വേറെ ഒന്നും നാം എന്റെ കണ്ണിലൂടെ കാണുന്നില്ല. ഹരിയോ, ഒരാളെ കൊണ്ട് സന്തോഷമായിട്ട് മേടിപ്പിക്കണ കാര്യം ഞാൻ ഷിൻജാൻ ഏറ്റു സ്വാമിജി. എങ്കിൽ നിങ്ങൾ പൊക്കുളൂ മക്കളെ, എനിക്ക് ധ്യാനിക്കാൻ സമയമായി. ഓം ദക്ഷിണ വെച്ചിട്ട് പോണേ മോനെ. ശരി സ്വാമിജി. ഷിൻജാനെ വാടാ, നമുക്ക് പോവാം. ഇനി നമുക്ക് അടുത്തത് ആർക്കെങ്കിലും വിൽക്കണം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഫ്രാങ്ക്ലിൻ ഭായ് നമ്മളത് ആർക്ക് വിൽക്കും? എന്തെങ്കിലും പ്ലാൻ വല്ലതുണ്ടോ? നമുക്ക് നോക്കട ഷിൻജാനെ, ആദ്യം ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. ഫ്രാങ്ക്ലിൻ അണ്ണാ, പ്രതിമ എങ്ങനെ ഒഴിവാക്കുന്നു വല്ല ഐഡിയ ഉണ്ടോ? ഫ്രാങ്ക്ലിൻ ഭായ് വീട്ടിൽ പിന്നെയും കാറുകൾക്ക് തീ പിടിച്ചല്ലോ. ഷിൻജാനെ ഫുൾ സീനാണല്ലോ ഇവിടെ. എന്റെ പൊന്നെ, നമ്മളിവിടുന്ന് മാറി നിൽക്കുമ്പോ സീനാണല്ലോ ഷിൻജാനെ. ആ പ്രതിമേനെ കൊണ്ട് അതിനെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഫയർഫോഴ്സുകാർക്ക് ഇപ്പൊ ഇവിടെ തന്നെ പണില്ലേ, ഒരുത്തന അങ്ങാടെ കൂടെ. ചേട്ടാ അവിടെയല്ല, പുറത്താണ് ഏട്ടാ തീ പിടിച്ചേക്കണത്, ഗരാജിന്റെ അവിടെ. ഇയാളത് എങ്ങാടായി ഓടിപ്പോണത്? ഇയാളൊക്കെ എടോ ഇവിടെ പോലടോ, തീ അടച്ചിട്ട് പോടോ. ഷിൻജാനെ പണിയാണോ ഷിൻജാനെ? എങ്ങനെയെങ്കിലും നമുക്കിത് രക്ഷപ്പെടണം. ഇത് വൻ സീനാണ്. ഇതിങ്ങനെ ഈ പ്രതിമ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഞാനും നീയും ബന്ധിയാവും, ഉറപ്പാണ് ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ഭായ് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്ക്, എന്നിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് കൊടുക്ക്. നമുക്കിത് വേണ്ട ഫ്രാങ്ക്ലിൻ ഭായ്. എടാ എനിക്കും അത് തന്നെയാണ് ഷിൻജാനെ ആഗ്രഹം. ഈ സാധനം എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം. ഞാൻ അവര് സന്തോഷമായിട്ട് മേടിക്കണ്ടേ. ആ സാധനം എവിടെ? ദേടാ ഷിൻജാനെ, നിന്റെ സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കണടാ അത്. ദൈവമേ. ഷിൻജാനെ ഫൈനലി നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ടാ വാങ്ങിക്കാനായിട്ട്. ഒരു വലിയ ഗാങ്സ്റ്റർ ആണ് അയാൾ. അപ്പൊ പുള്ളി എടുത്തോളും, പുള്ളിക്ക് പേടിയൊന്നുണ്ടാവില്ല. എന്ത് സീനാണ് ഷിൻജാനെ ഇത്. ഈ പ്രതിമ വന്ന് നമ്മുടെ ദേടെ റൈറ്റ് സൈഡിൽ ഡ്രസ്സിംഗ് റൂമിൽ അവർ ഇരിക്കണ സാധനം. ഷിൻജാനെ നോക്കണ ഷിൻജാനെ, എനിക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പേടിയാണ്. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ പേടിയാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് പോയി തൊടാനും നിൽക്കേണ്ട സാധനത്തിന്. എന്റെ പൊന്ന് ഷിൻജാനെ, നീ പേടിക്കണ്ടടാ. എന്നെ എന്തായാലും നമ്മള് പെട്ട് നിൽക്കണാണ്. ഈ സാധനം നിക്കണ നോക്കിയേ എന്റെ പൊന്നെ. ഇന്നും കൂടെ രാത്രി കൂടെ സഹിച്ചാൽ മതിയുള്ള ഷിൻജാനെ. നാളെ രാവിലെ ആവട്ടെ, നാളെ രാവിലെ തന്നെ കൊണ്ട് ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടേ കളയണം. അയ്യോ, കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറൂല. നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാടാ. നല്ല മഴയുള്ള സമയത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ദൈവമേ, പേടിച്ചിട്ട്. എന്തെങ്കിലും ആവട്ടെ ഷിൻജാനെ, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോണേണ്. ഞാൻ കിടക്കട്ടടാ ഷിൻജാനെ. അപ്പൊ നീ കിടക്കണേ കിടന്നു, ഞാൻ ഉറങ്ങട്ടെ. ഫ്രാങ്ക്ലിൻ ഭായ് ഉറങ്ങല്ലേ, ചതിക്കല്ലേ, ഞാൻ ഇവിടെ നിൽക്കണല്ലേ. ഞാൻ ഉറങ്ങട്ടെടാ ഷിൻജാനെ, ശല്യപ്പെടുത്തില്ലേ. ഫ്രാങ്ക്ലിൻ ഭായ് എണീക്ക്, രാവിലെ ഉറങ്ങാനും സമ്മതിക്കൂലേ ഷിൻജാൻ? ഫ്രാങ്ക്ലിൻ ഭായ് രാവിലെ സമയം കളയല്ലേ, പെട്ടെന്ന് പോയിട്ട് നമുക്ക് ആ സാധനം കൊടുത്ത് ഒഴിവാക്കാതെ. അത് അവിടെ തന്നെ ഇരിക്കണേ പണ്ടാരം. ഓ സോറിടാ ഷിൻജാനെ, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി ഷിൻജാനെ. നമുക്ക് ഇനി സമയം കളയാല്ലേ, ഈ സാധനം എങ്ങനെയെങ്കിലും കൊണ്ട് തള്ള. ആദ്യം നമുക്ക് പോയിട്ട് ആ ഗ്യാങ്ങിനെ മീറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം അങ്ങോട്ട് പോവാ, സമയം കളയല്ല. കമോൺ ഫാസ്റ്റ്.
ഫ്രാങ്ക്ലിൻ ഭായ് നമ്മളിപ്പോ കാണാൻ പോണ ആൾക്കാർ വലിയ ആൾക്കാരാണ്. എടാ ഷിൻജാനെ അവന്മാര് വലിയ ഗാങ്സ്റ്റേഴ്സാ, പക്ഷെ മണ്ടന്മാരാൻ തോന്നുന്നു. നമ്മുടെ ഇന്നേക്ക് ഈ പ്രതിമ മേടിക്കുന്നില്ലെങ്കിൽ അവന്മാര് ഏക്കും. ശരിയെന്നാ ദൈവമേ കണ്ട് കാത്തുരക്ഷിക്കണേ. വരണം വരണം മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, എന്തൊക്കെയുണ്ട്? വളരെ സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും നൈസ് ടു മീറ്റ്. അതെ അതെ, ഗ്ലാഡ് ടു മീറ്റ് യു ഫ്രാങ്ക്ലിൻ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? നിങ്ങളെ പ്രതിമയുടെ കാര്യം എങ്ങനെയാ പറഞ്ഞത്? ഞങ്ങളുടെ അടുത്തൊരു പ്രതിമയുണ്ട്, നല്ല അടിപൊളി പ്രതിമയാണ്. ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും കൊടുക്കൂലായിരുന്നു, അല്ലേ ഷിൻജാനെ? അതെ അതെ അതെ, നല്ല പ്രതിമയാ, നല്ല ഐശ്വര്യമുള്ള പ്രതിമയാ. പ്രതിമ എങ്ങനത്തെങ്കിലും ആവട്ടെ. എന്റെ അടുത്ത് ട്രെവർ പറഞ്ഞു അതൊരു ആന്റിക് പീസ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാന്ന് ഓർത്തത് തന്നെ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ വെറുതെ മേടിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എന്തായാലും $1000 തരാം. അത് ഓക്കെയാണോ? $1000 ഓക്കെയാണ്, അല്ല ഷിൻജാനെ? സംഗതി ആന്റിക് പീസ് ആണ്, കുറവാണ്, എന്നാലും കുഴപ്പമില്ല, കച്ചവടം നടക്കട്ടെ. ഓക്കെ അപ്പൊ നമ്മൾ ഈ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു ഷിൻജാനെ. മോനെ ഫ്രാങ്ക്ലിനെ, നിങ്ങൾ പ്രതിമ കൊണ്ടുവന്നിട്ടുണ്ട്? പ്രതിമ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വണ്ടിയിലായിരിക്കണത്. എന്നാ പിന്നെ സമയം കളയണ്ട, പ്രതിമ എടുത്തോണ്ട് വാ. നമുക്ക് ഇപ്പൊ തന്നെ ഡീൽ അങ്ങ് നടത്തിയേക്കാം. A few moments later. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ദ റയറസ്റ്റ് പ്രതിമ. ഇത് തന്നെ ആ പ്രതിമ. ഇത് കിടിലൻ സാധനമാണ്. ഇത് എന്തായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എനിക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ വെറുതെ അല്ല, നല്ല വലിയ വില കൊടുത്ത് എനിക്ക് വിൽക്കാൻ പറ്റും. എങ്ങനെ, പ്രതിമ ഇഷ്ടായോ? യെസ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഇതെനിക്ക് വളരെ ഇഷ്ടമായി. നമ്മൾ പറഞ്ഞതിന്റെ വിലയിലും ഒരു $200 കൊണ്ട് കൂടുതൽ തരാം. ഇതിഞ്ഞു മുതൽ എന്റെ പ്രതിമയാണ്. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഡീൽ ഈസ് ക്ലോസ്ഡ്. അപ്പൊ ബോസ്, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, നിങ്ങൾ വളരെ സന്തോഷത്തോടെ അല്ലേ ഈ പ്രതിമ വാങ്ങിക്കുന്നത്? വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ. ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. കണ്ടില്ലേ ചറവറ കള്ളുടിക്കണത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഓ, അതിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. അപ്പോ നമുക്ക് ഈ ഡീൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി മുതൽ ഇത് നിങ്ങളുടെ പ്രതിമ, നിങ്ങൾ എടുത്തോ ഇവളെ, ഞങ്ങൾക്ക് വേണ്ട ഇനി. സങ്കടപ്പെടേണ്ട ഫ്രാങ്ക്ലിൻ ഭായ്. ഇല്ലടാ ഷിൻജാനെ, ഇല്ല, നമുക്ക് പോവാം. അപ്പൊ ശരി, ഞങ്ങളെന്നാ പോവുക. സോറി കേട്ടോ ബോസേ, ഫ്രാങ്ക്ലിൻ ഭായ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ പ്രതിമ, അതുകൊണ്ട് പുള്ളി കുറച്ച് ഇമോഷണൽ ആയതാണ്. ഓക്കെ എന്തായാലും നിങ്ങൾ പൊക്കോ, സ്ഥലം കാലാക്കിക്കോ. പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓക്കെ, ഷിൻജാൻ നിന്ന് അധികം ഓവറാക്കാണ്ട് വന്ന് പോവാ. ഇവർക്ക് മനസ്സിലായിട്ടില്ല. വാ രക്ഷപ്പെടെ കൂടെ നമുക്ക് ആദ്യം. ഓഹോ, അങ്ങനെ പൊട്ടനും പോയി ബോട്ട് കിട്ടി അയലസാ. പൊന്നു പൊട്ട, ഞാൻ ചുമ്മാ ഒരു പഴമൊഴി പറഞ്ഞതാണ്. അങ്ങനെ $millions വില വരുന്ന ഈ പ്രതിമ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റിട്ട് വേണം കുറെ കാശുണ്ടാക്കി നമ്മുടെ ഗ്യാങ് ഒന്നുകൂടെ വലുതാക്കാനായിട്ട്. അതെ ബോസ്, അതുപോലെ തന്നെ ഷിൻജാനും ആ ഫ്രാങ്ക്ലിനും മണ്ടന്മാരായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ ബോസ്? അതേടാ പിള്ളേരെ, നമ്മളോട് ബുദ്ധിമാന്മാർ. ആ മണ്ടന്മാർക്കറിയില്ലോടാ ഇതിന്റെ വില. വെറും വാഴപ്പിണ്ടികളാണ് അവന്മാര്. ഞാൻ എന്തായാലും പോയി നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന ആ ദിഗംബരനെ കണ്ടിട്ട് പെട്ടെന്ന് വരാടാ. നിങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേ. ഓക്കെ ബോസ്, പെട്ടെന്ന് വാ. ഒരുവൻ വണ്ടി ഇടിച്ചല്ല പണ്ടാര്. ഇത് എന്താണിത്? വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറണോ? ഗ്യാങ്സ്റ്ററാണ് ഞാൻ, വെറുതെ എന്റെ ദേഷ്യം കറ്റരുത്. ഒരുവൻ മുതലാളി. എന്റെ പൊന്ന മൊത്തം വണ്ടി, ബസ് ബ്ലോക്ക് ഒന്നും മാറ്റണോ? പിന്നെ വണ്ടി അടിക്കരുത്. എന്താണിത്? എനിക്കെന്താ ഓടിക്കാറിയില്ലേ? സ്ട്രൈറ്റ് വാ. ഒരുവൻ മുതലാളി, ഉലകിൽ നിച്ചവൻ തൊഴിലാളി. ഇതാ നിൽക്കുന്ന ഓമരുടെ ഗ്യാങ്. ഓമാരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഏയ് മക്കളെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? എവിടെ നമ്മുടെ ദിഗംബരൻ? അവൻ വന്നായിരുന്നോ? നീ എന്താണ് ഞങ്ങളുടെ ബോസിന്റെ ദിഗംബരൻ പേര് വിളിക്കുന്നോടാ പട്ടി? എന്റെ വെടിവെക്കണ്ട്, ഞാൻ ഗ്യാങ്സ്റ്ററാണ്. ഓ ദൈവമേ, ഇവന്മാരെന്നെ കൊന്നുവല്ലോ. എനിക്ക് എന്താണ് പറ്റിയത്? അയ്യോ. ഓ എന്റെ ഷിൻജാനെ, എന്തൊക്കെയായിരുന്നാ കുറച്ച് ദിവസം ഇവിടെ നടന്നിട്ടെന്ന് വെച്ചത്? അതെ ഫ്രാങ്ക്ലിൻ ഭായ്, ഇന്നാണ് സമാധാനമായിട്ട് ഈ വീട്ടിലൊന്ന് കയറാൻ പറ്റിയത്. അതേടാ ഷിൻജാനെ, സത്യം. അതല്ല ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മുടെ ഗാങ്സ്റ്ററിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? അയാളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമല്ലടാ ഇനി ഷിൻജാനെ. നമ്മളിനി അത് നോക്കേം വേണ്ട. നമുക്കിപ്പോ ഉള്ളത് സമാധാനമാണ്. നമുക്കിപ്പോ അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പോവാ ഷിൻജാനെ. നീ ഇങ്ങോട്ട് വന്നട ഷിൻജാനെ, നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് നോക്കട്ടെ ഇനി. ആഹാ, നോക്കട ഷിൻജാനെ, നല്ല പുത്തനായിട്ട് ശരിയായിക്കൊണ്ട് നിട്ടേക്കണം നമ്മുടെ ബൈക്കും കാറും. ഇനി ഇതിന് തീ പിടിക്കൂല ഷിൻജാനെ. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, ആ നാശം പിടിച്ച പ്രതിമയോട് പോയപ്പോ തന്നെ നമുക്ക് നല്ല ആശ്വാസമുണ്ട്. ഈ ഒരു ദിവസമല്ലേ ഫ്രാങ്ക്ലിൻ ഭായ് നമ്മൾ സ്വപ്നം കണ്ടത്? സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കണ കണ്ടാടാ ഷിൻജാനെ. നീ വാ, നമുക്ക് നമ്മുടെ താഴെ പോയി ഇത്രയും സ്വിമ്മിംഗ് പൂൾ സൈഡിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. വാടാ ഷിൻജാനെ. വരുന്ന ഫ്രാങ്ക്ലിൻ ഭായ്. ലോ 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 ലോ.